സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങുകളിൽ മിക്കതിലും അടിസ്ഥാന സുരക്ഷാ സന്നാഹങ്ങളില്ല. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അഗ്നിബാധയുണ്ടായാൽ പ്രതിരോധിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ല. അടുത്തുള്ള തോട്ടിൽ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നോ ഒക്കെ വെള്ളം കൊണ്ട് ഒഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പോരായ്മകൾ ചൂണ്ടിക്കാട്ടി SP റെയിൽവേ SHO റിപ്പോർട്ട് സമർപ്പിച്ചു. കോഴിക്കോടും സമാനമായ സ്ഥിതിയാണ്. പണം വാങ്ങിയുള്ള പാർക്കിംഗ് സംവിധാനത്തിൽ തീപിടുത്തമുണ്ടായാൽ അണയ്ക്കുന്നതിനാവശ്യമായ അഗ്നിശമന സംവിധാനങ്ങളില്ല. CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ധനമോഷണം വ്യാപകമാണെന്നും പരാതിയുണ്ട്. AK അഭിലാഷ് കോഴിക്കോട് നിന്നും അഖിൽ കോട്ടയത്ത് നിന്നും തത്സമയം ചേരുന്നു. പലയിടങ്ങളിലും നമ്മളൊക്കെ ബൈക്ക് കൊണ്ടുവയ്ക്കാൻ പോയിട്ടുള്ളതാണല്ലോ, മുകളിലേക്ക് ആദ്യം നോക്കും, കാക്കയും വല്ല പ്രാവും ഒക്കെ ഇരിപ്പുണ്ടോന്ന്. തിരിച്ചു വരുമ്പോൾ കറുത്തിരിക്കുന്ന ബൈക്ക് നല്ല വെളുത്തിരിക്കുന്നത് കാണാറുണ്ട്. അതുപോലും ഇല്ല എന്നുള്ളതാണ് പലയിടത്തും. മാത്രമല്ല, ബൈക്കിൽ നിന്ന് സാധാരണ ഇന്ധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നത് സ്ഥിരം വരുവാണ്. രാവിലെ വന്ന് ചവിട്ടടോല് ചവിട്ട്, ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ദേഷ്യം വരും അല്ലേ? പൈസയൊക്കെ വാങ്ങിയിട്ട് ഇത് എന്താ ചെയ്യുക? അപ്പോൾ അത്യാവശ്യം സുരക്ഷാ സംവിധാനങ്ങളില്ല. ഒരു തീപിടുത്തമുണ്ടായാൽ കോഴിക്കോട് എന്ത് ചെയ്യും എന്നുള്ളത് അഭിലാഷ് വിശദീകരിക്കും. അഭിലാഷ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഒന്നുകൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. എന്താണ് അവിടുത്തെ പാർക്കിങ്ങിന്റെ ഒരു അവസ്ഥ? തൃശ്ശൂരിന് സമാനമായ സാഹചര്യമാണോ അവിടെയും? കുറച്ച് മെച്ചപ്പെട്ട നിലയിലാണോ കോഴിക്കോട്? ഡോക്ടർ അരുൺ, മെച്ചപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറെ കൂടി പരിതാപകരമാണ് കോഴിക്കോട്ടെ അവസ്ഥ എന്ന് വേണം പറയാൻ. കാരണം റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്താണെങ്കിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെയാണ്. ഷെഡ്, നാമമാത്രമായ ഒരു ഷെഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 1000-ലേറെ ബൈക്കുകൾ ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്കിത് കാണാം. യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെയില്ല. ഏതെങ്കിലും തരത്തിൽ അഗ്നിബാധ ഉണ്ടാവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണയ്ക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനവും ഇവിടെയില്ല. മിക്ക ബൈക്കുകളും, അതായത് പകുതിയിലേറെ ബൈക്കുകളും ഇപ്പോൾ ഈ ഷെഡിന്റെ പുറത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് എന്നുള്ള മറ്റൊരു വസ്തുത. ഏതായാലും ഷെഡ് എന്ന് പറയുന്നത് തന്നെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. എപ്പോഴും വേണമെങ്കിലും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ റെയിൽവേ പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വർധനവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുത്തിയിരിക്കുന്നത്. നേരത്തെ 360 രൂപയായിരുന്നു ഒരു മാസത്തേക്ക് ഇരുചക്ര വാഹനത്തിന് ഏർപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് 600 രൂപയായി ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾക്കൊപ്പം കാറുകൾക്കും ഇത്തരത്തിൽ തന്നെ വലിയ തരത്തിലുള്ള വർധനവാണ് വരുത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എൻ്റർ ചെയ്ത, അതായത് ഇതിൻ്റെ അകത്തേക്ക് ഏത് വാഹനങ്ങൾക്കും കടന്നു വരാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. യാതൊരു തരത്തിലുള്ള പരിശോധനകളും അപ്പോഴുമില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റ് സാമൂഹ്യ തിന്മശക്തികൾക്കൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഉയർത്തുന്ന ഒരു ഘടകം. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാം, തലങ്ങും വിലങ്ങും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ്. ഏതെങ്കിലും ഒരു വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ എല്ലാ വാഹനങ്ങളിലേക്കും തീയോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളൊക്കെ കത്തിപ്പടർന്നു വരാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ കാണുന്നത്. കാരണം നോക്കത്താ ദൂരത്താണ് ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഒരു സുരക്ഷാ പരിശോധനയോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. നമുക്കിത് പാർക്കിങ്ങിന് എത്തിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് പാർക്കിങ്? ഞാനിപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. പണി നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാം. ഇപ്പോൾ ഈ വാഹനങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ ഭീഷണി നേരിടുന്നു? നിലവിൽ ബൈക്കിന് സുരക്ഷ ഉണ്ടെന്നാണ് പറയുന്നത്. ഹെൽമെറ്റിന് സുരക്ഷയില്ല, അവിടെ എഴുതി വെച്ചിട്ട് പറയുന്നുണ്ട്. അതെ, നിങ്ങൾ റിസ്കിൽ വേണം ഇവിടെ നിർത്താൻ. അതെ, ബൈക്ക് ഓക്കെയാണ് തോന്നുന്നു. അങ്ങനെ ഇവിടെ ഒരു പാസ്സുണ്ട്, QR കോഡാണ്. അപ്പോൾ അങ്ങനെ അത് കാണിച്ചിട്ട് അത് പുറത്തിറക്കത്തുള്ളൂ. എന്തായാലും QR കോഡ് ഉണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. കാശ് കൊടുത്ത് ഇവിടേക്ക് കയറ്റാൻ കഴിയും. അത് ആർക്ക് വേണമെങ്കിലും കയറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ഇല്ല എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കുന്നതിനുള്ള ആവശ്യമായ ഒരു സംവിധാനങ്ങളും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല. ഇതാണ് കോഴിക്കോടിന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇത് കേരളത്തിലെ എല്ലാ റെയിൽവേ പാർക്കിംഗ് ഗ്രൗണ്ടിലും ഇതാണ് കേട്ടോ അവസ്ഥ. നമുക്കൊന്ന് കോട്ടയത്തൂടെ പോയിട്ട് വരാം. കോഴിക്കോട് നിന്ന് നേരെ കോട്ടയത്തേക്ക്. കോട്ടയത്ത് അഖിലുണ്ട്. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. കോട്ടയത്ത് എന്താണ് അവസ്ഥ? കോട്ടയത്തും പരിതാപകരമായിരിക്കുമല്ലോ അല്ലേ? കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരേ കാഴ്ചകളായിരിക്കും നമ്മൾ കാണുക. ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളർ മാറുന്ന പ്രതിഭാസം പോലും ഉണ്ടാവും. പെട്രോൾ അടിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവും. എന്താണ് കോട്ടയത്തെ അവസ്ഥ അഖിൽ? ഡോക്ടർ അരുൺകുമാർ, കോട്ടയത്തേക്കുമ്പോൾ കുറച്ച് മെച്ചപ്പെട്ടതാണ് എന്ന് പറയാം. കാരണം നമുക്ക് പുറകിൽ കാണുന്ന ഈ വലിയ, അതായത് 3 തട്ടുകളിലായിട്ടുള്ള ഈ പാർക്കിംഗ് സ്പേസിലാണ് ഇത്തരത്തിൽ ബൈക്കുകൾ നിർത്തുന്നത്. പക്ഷേ അവിടെ ഇത്തരത്തിലൊരു സംവിധാനമുണ്ട്. എത്ര മനോഹരമായ ഒരു 3 നിലകളിലുള്ള ഒരു 3 തട്ടുകളായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ അത് കെടുത്താനുള്ള ഫയർ ഹൈഡ്രന്റുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെയുള്ളത്, അതായത് ഇത് കരാറുകാർക്ക് നൽകിയിരിക്കുകയാണ്. കരാറുകാർ സ്ഥാപിച്ചിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതായത് ഈ ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള തീ കെടുത്തുന്ന അത്തരത്തിലുള്ള സംവിധാനം ഒരു 3 എണ്ണം ഈ ബിൽഡിംഗ്
ബിൽഡിംഗിൽ 3 നിലകളിൽ ഓരോന്ന് വീതമുണ്ട്. ഒപ്പം തൊട്ടപ്പുറത്ത് ഓപ്പൺ സ്പേസ് ആണ് കാർ പാർക്കിംഗ് ഉള്ളത്. അവിടെയും അത്തരത്തിലൊരു സംവിധാനമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ വെള്ളം, അതായത് ബക്കറ്റിലൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഒഴിച്ച് വെള്ളം കെടുത്തേണ്ടി വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും, അതായത് ഇന്നലെ ഇത്തരത്തിൽ റെയിൽവേയും ഫയർഫോഴ്സും അതുപോലെ തന്നെ റെയിൽവേ പോലീസും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട്, കോട്ടയം ഈസ്റ്റ് പോലീസും ഒക്കെ സംയുക്തമായി ചേർത്തുകൊണ്ട് ഇവിടെ ഇന്നലെ പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഇവിടെ പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ഇതിന്റെ വിശദമായ റിപ്പോർട്ട് റെയിൽവേ പോലീസ് SHO SP ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അത് വൈകാതെ തന്നെ SP റെയിൽവേക്ക് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഫയർ ഹൈഡ്രന്റുകളില്ല. വെള്ളം പെട്ടെന്ന് തീപിടുത്തമുണ്ടായാൽ കെടുത്താനുള്ള സംവിധാനങ്ങൾ, അതായത് നമുക്ക് ഇത് കാണാൻ കഴിയും. പെട്ടെന്ന് ഒരു തീപിടുത്തമുണ്ടായാൽ ഈ കാണുന്ന ബൈക്കുകളൊന്നും വളരെ വേഗം പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ കെടുത്താനുള്ള ഒരു കൃത്യമായ ഒരു മാർഗം വേണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പെട്ടെന്ന് ഈ വാഹനങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനേക്കുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ള, റെയിൽവേ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കാണ് മനോഹരമായി സാധാരണ ഈ ഇത്തരത്തിലുള്ള പാർക്കിംഗ് സംവിധാനം വരുമ്പോൾ ഇതിന്റെ മുകളിലായിട്ടൊക്കെ തന്നെ ഈ ചൂട് തട്ടിയാൽ തന്നെ പെട്ടെന്ന് വെള്ളം വരുന്ന അത്തരം സംവിധാനങ്ങൾ, അതായത് ഫയർ എക്സ്റ്റിംഗ്വിഷന്റെ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതോടൊപ്പം തന്നെ CCTVയും പര്യാപ്തമല്ല. അതായത് CCTVകൾ നിലവിൽ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ എണ്ണത്തിലും പര്യാപ്തമല്ല, എണ്ണത്തിലും കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തീ പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഉരുവി താഴെ വന്നിരിക്കും. എന്താണോ തൃശ്ശൂരിൽ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് സംഭവിക്കുക. ഒരു പ്രേക്ഷകൻ എഴുതുന്നു, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇതിനേക്കാൾ മോശമാണ്. മറ്റൊരു പ്രേക്ഷകൻ എഴുതുന്നു, ഇതൊക്കെ എത്രയോ ഭേദം. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കൂ എന്ന് പറയുന്നുണ്ട്. തുറന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളൊക്കെ വണ്ടിയൊക്കെ വെച്ചിട്ട് എത്ര കാലം പോയിട്ടുണ്ട്. വണ്ടി അവിടെ കണ്ടതൊക്കെ ഭാഗ്യം എന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്.